നാളെ ലാലേട്ടൻ വരുമ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ലാലേട്ടാ, ആളുടെ സംസാരം കേട്ടിട്ട് ലാലേട്ടൻ കൈപിടിച്ച് കൊടുക്കണമെന്നാണ്. അത്രയും പറഞ്ഞ് ഷാനവാസ് നിർത്തുമ്പോഴത്തേന് ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ നൂറയൊക്കെ അങ്ങ് സ്റ്റഡിയായിട്ട് ഇരിക്കുക. എന്നിട്ട് അനുമോക്കാന്നേ ദേഷ്യം കൊണ്ട് വയ്യ. അപ്പോൾ അനുമോള് നൂറെ നോക്കിയിട്ട് പറയാം, എനിക്ക് അറിഞ്ഞുകൂടാ മോളെ, എനിക്ക് ഒരു കാര്യം ഇങ്ങേരുടെ അടുത്ത് ഇതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങേർക്ക് എല്ലാം തമാശ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോക്ക. നൂറ പറയാണ്, സീരിയസ് ആയിട്ട് പറ നിങ്ങൾ. നൂറ എന്തോ പതുക്കെ പറഞ്ഞപ്പോൾ ഉടനെ ഷാനവാസ് ചോദിക്കുന്നു, മൈക്ക് പൊത്തിപ്പിടിച്ച് എന്തിനാ? ഇതാണ്ട നേരെയാണ് പിടിച്ചിരിക്കുന്ന മൈക്ക് നോക്കിയേ എന്ന് പറയുന്നുണ്ട് നൂറ. അന്നേരം അനുമോള് പറയാം, നാളെ ലാലേട്ടൻ വന്നാൽ ഏറ്റവും കൂടുതൽ പഞ്ഞിക്കിടാൻ പോകുന്നത് എന്നെയായിരിക്കും. അതെല്ലാ ആഴ്ചയിലും അങ്ങനെ തന്നെ ആണല്ലോ, നിനക്കത് തന്നെ അല്ലേ വേണ്ടതെന്ന് ഷാനവാസ് ചോദിക്കുന്നത്. ഇങ്ങനെ വേണ്ട ഇക്ക, എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്നേഹത്തെ പറയിക്ക എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അതാ നിൻ്റെ അനീഷേട്ടൻ അവിടെ ഇരിക്കുന്ന പില്ലോ എടുത്ത് ഷാനവാസിനെ അനുമോൾ അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തമാശ വിട്ടേച്ച് കാര്യമായിട്ട് സംസാരിക്കുക കേട്ടോ എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയണം, അവളെപ്പോഴും എന്നോട് തമാശ രൂപേണയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞ്, നിനക്ക് തോന്നുന്നുണ്ടോടി ഞാൻ തമാശയാണ് പറയുന്നത്? എന്തു ഈ ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ആണുങ്ങളെല്ലാം ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തോളെന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറയണം, നിങ്ങൾ ഈ ആണുങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? അനുമോൾ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയെ നിങ്ങളെയും ചേർത്ത് തമ്പുരാട്ടിയും തമ്പുരാനൊന്നും പറഞ്ഞ് കളിയാക്കിയപ്പോൾ നിങ്ങളതെങ്ങനെയാണ് എടുത്തത്? അത് ഞാൻ വളരെ തമാശയായിട്ടാണ് എടുത്തേക്കുന്നത്, തമ്പുരാട്ടിയും തമ്പുരാനെന്നൊക്കെ പറഞ്ഞത്. അന്നേരം അനുമോൾ പറയാം, ഞങ്ങളും ഇത് വളരെ തമാശയായിട്ടാണ് കണ്ടേക്കുന്നത്. അതിന് ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പോയി കുറുകിയിട്ടില്ല, ലക്ഷ്മി എൻ്റെ അടുത്ത് വന്ന് കുറുകിയിട്ടില്ല. പിന്നെ ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നതും എല്ലാം ആക്ട് ചെയ്ത് ഷാനവാസ് കാണിക്കാനാണ്. ചിരിക്കാനുള്ള സീനുകളാണ് ഇതെല്ലാം. കോമഡി പിക്ചർ കാണുന്ന കണക്ക് തോന്നുന്നുണ്ട് ഇപ്പം. പുള്ളി ഇപ്പോൾ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുത്തെങ്കിലേ പുള്ളി എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണെന്നാണ്. ഇതിന് ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട്.